ഹലോ നമസ്കാരം. നമുക്കിപ്പോൾ ചിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലേ പഴയ മാമുക്കോയ ഇന്നസിൻ്റെ അങ്ങനത്തെ സിനിമകളൊന്നും കാണട്ടോ. നിങ്ങളങ്ങ് ടി വിയും തുറന്നു വെച്ച് കേരളത്തിലോട്ട് നോക്കിയിരുന്നാൽ മതി. ചിരിച്ച് വണ്ടാറടങ്ങി പോകും. ചിരിച്ചോളെ കുരിപ്പോളെ ഒരു വീഡിയോ ഉണ്ട് കണ്ടത്. ഈ കോടതിയിൽ വന്നിരുന്ന് ഉറങ്ങുകയാണെന്നൊക്കെ ഉള്ളൊരു പരാമർശം ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു കോടതി പറയാൻ പാടുള്ളതാണോ? ഞാനൊരു മനുഷ്യജീവിയല്ലേ, ചിലപ്പോൾ ഉറങ്ങിണ്ടാവുമെന്ന് എനിക്കറിയില്ല, വല്ലപ്പോഴും. പക്ഷെ ഞാൻ പരമാവധി ഉറങ്ങില്ല. പിന്നെ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിച്ച് ചൂട് എടുത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മുകളിലിരിക്കുന്ന ആൾക്കല്ലേ കാണാൻ പറ്റൂ നമ്മളെന്ത് ചെയ്യണമെന്ന്. എങ്ങനെയുണ്ട് കോടതി അത് പരാമർശിച്ചതിന് മുമ്പ് ഒരു മോശമായിട്ട് പറയുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞാണ്, ഈ 6 പ്രതികൾക്ക് കോടതി കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഞാൻ ആ വീഡിയോ ഇതിൻ്റെ അടിയിൽ പിൻ ചെയ്തിടുന്നുണ്ട്. അതിന് കാരണം ഈ അമ്മായിയാണെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. കാരണം ഈ അമ്മായി തല്ലിമറിക്കലേ ഉള്ളൂ, കോടതിയിൽ കിടന്ന് ഉറങ്ങായിരുന്നു എനിക്ക് അന്നേ സംശയമുണ്ട്. ഇപ്പോൾ കോടതി പറഞ്ഞു അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. അത് കോടതിയുടെ ഒരു അഭിപ്രായം, കോടതി പറഞ്ഞതാണ്. ഓക്കെ, 10ൽ താഴെ മറ്റാണ് കോടതിയിൽ വന്നിട്ടുള്ളത്. വന്നാൽ തന്നെ കിടന്നുറങ്ങുന്നത്. അതിന് പുള്ളിക്കാരത്തിൽ പറയുന്ന മറുപടിയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ആള് പോയിട്ട് കിടന്നുറങ്ങിയിട്ടും മറച്ചിട്ടുമാണ് ഈ 6 പ്രതികൾക്ക് നിസ്സാര ശിക്ഷ കിട്ടിയ ഉള്ളിൽ പോയത്. എന്നിട്ടും മൂപ്പര് പുറത്തു വന്ന് തല്ലി മറിച്ചത് ദിലീപിനെ ശിക്ഷിച്ചില്ല ഒന്ന് ആലോചിച്ച് നോക്കണേ. പുള്ളിക്കാരൻ്റെ അവിടെ പോയി കിടന്ന് ഉറങ്ങിയിരുന്നായിരുന്നു. ആ 6 പ്രതികൾക്ക് തന്നെ ഒരു മിനിമം ശിക്ഷ കോടതി കൊടുത്തത് ഇത് അത്രയും കൊള്ളിലൊക്കെ സൃഷ്ടിച്ചൊരു കേസായിട്ടും കാര്യങ്ങളായിട്ടായിരിക്കും. അല്ലാണ്ട് ഇതൊക്കെ അവിടെ പുള്ളിക്കാരത്തി പറയുന്നതായിട്ടില്ലേ, ഉച്ചക്ക് ഊണ് കഴിച്ച് റെസ്റ്റ് എടുക്കാൻ പോകാണ്, ഉറങ്ങാൻ പോകാന്ന്. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ? ഉറങ്ങുന്നത് മേലിരിക്കുന്ന ആൾക്കാർ കാണുന്നത്. മേലിരിക്കുന്നവരാണ്. എന്റെ പൊന്നോ, ഇജാതി ആളുകളെ ഇതൊക്കെ കേട്ടിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ഒരു സ്വാഭാവികമായി മനുഷ്യരൊക്കെ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായി നാച്ചുറലി ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവാം. അതൊരു കോടതി ഇത്രയും മാധ്യമങ്ങൾ ഇരിക്കുമ്പോൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോടതി എത്ര സബ്സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പറയണമെന്നാണ് എനിക്കിത് പറയാനുള്ളത്. കോടതിക്ക് നാണുണ്ടോന്ന്. മൂപ്പരവിടെ കിടന്നുറങ്ങിയിട്ട് ആ കേസ് ഒരു ലെവലില്ലാതെ 6 പ്രതികളും നിസ്സാര ശിക്ഷയായിട്ട് പോയതല്ല മൂപ്പരെ കുഴപ്പം. മൂപ്പരെ സങ്കടം അതൊന്നുമല്ല. ഒരു പണിയെടുക്കാണ്ട് ദിലീപിനെ ജഡ്ജി ശിക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ്. ആലോചിച്ച് നോക്കണേ. എന്നിട്ടിപ്പോൾ കോടതിയിൽ ഇത് കളിയാക്കാം. കോടതിക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നു. കോടതിയുടെ പണി ഞങ്ങൾ ഒന്നൊന്നായിട്ട് കോടതി പുറത്തു വിടുന്നത്. അതിപ്പോൾ ജനം അറിഞ്ഞല്ലോ, ജനം അറിയാതുള്ള കോടതിയുടെ കാര്യമുള്ളൂ. കാരണം നിങ്ങളിവിടെ ഈ പുറത്ത് വന്നിട്ട് ഈ മാധ്യമങ്ങൾക്ക് അവർക്ക് തല്ലിമറിച്ച് അയാൾക്ക് ചാത്തൻ സേവ ഉണ്ട്, അയാൾക്ക് ഇതുണ്ട്, മറിച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് പണിയെടുക്കണം. പണി ചുമ്മാ അവിടെ പോയി ഞമ്മടിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ട് കേസൊന്നും ഉണ്ടെന്ന്. ഇനിയിപ്പോൾ ഇതും കൂടിയും കേട്ട് ആരും വിളിക്കാൻ പോണില്ല.